ഹായ് ഓൾ, നിങ്ങൾ യു എയിൽ ജോബ് സെർച്ച് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ജോബ് പോർട്ടൽസും എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഞാൻ പറയാം. ഫസ്റ്റ് വൺ ലിങ്ക്ഡിൻ ആണ്. നിങ്ങൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലിങ്ക്ഡിൻ എപ്പോഴും ഒരു നെറ്റ്വർക്കിംഗ് ടൂൾ ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതായത് കമ്പനി HR ആൻഡ് റിക്രൂട്ടേഴ്സ് അവർക്കൊക്കെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക ആൻഡ് അവരുടെ DM അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ CVs അറ്റാച്ച് ചെയ്ത് നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ഇമെയിൽസ് സെൻഡ് ചെയ്യുക. ആൻഡ് ഇത് കമ്പനീസിൻ്റെ വെബ്സൈറ്റ്സും കമ്പനീസിൻ്റെ ഡയറക്റ്റ് ഒഫീഷ്യൽ പേജസ് ഫോളോ ചെയ്യുക. അവിടെ വരുന്ന ജോബ് പോസ്റ്റിങ്ങിനനുസരിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് കമ്പനീസിന് ഇമെയിൽസ് ചെയ്യുക. ഇതാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നൗക്കറി ഗൾഫ് പോർട്ടലാണ്. നൗക്കറി ഗൾഫ് പോർട്ടൽ എല്ലാവരും പറയുന്നത് നൗക്കറി ഗൾഫിൽ നിന്ന് കോൾസ് വരാറില്ല എന്നുള്ളതാണ്. നൗക്കറി ഗൾഫിൽ നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആയിരിക്കണം. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് മാക്സിമം നൗക്കറി ഗൾഫിൽ ആഡ് ചെയ്യണം. കാരണം എപ്പോഴും നൗക്കറി ഗൾഫിൽ റിക്രൂട്ടേഴ്സ് കീവേഡ്സ് വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. സോ അപ്പം നിങ്ങളുടെ പ്രൊഫൈൽസ് അപ്പിയർ ആവണം എന്നുണ്ടെങ്കിൽ മാക്സിമം കീവേഡ്സ് യൂസ് ചെയ്യുക. പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ചെയ്യുക. ദെൻ എവറി ഡേ നിങ്ങൾ കയറി അപ്ഡേറ്റ് ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻഡീഡ് ആണ്. ഇൻഡീഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് CVs സിംപ്ലി അപ്ലൈ ചെയ്യാം. അപ്പോഴും നിങ്ങൾ CVs അപ്ഡേറ്റ് ആയിരിക്കുക. പിന്നെ ഇൻഡീഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജോബ് പോസ്റ്റിങ്ങിന് അനുസരിച്ചിട്ടുള്ള JD നിങ്ങളുടെ ജോബ് CV ആയിട്ട് മാച്ച് ചെയ്യണം. ഇൻമാച്ചിങ് ആയിട്ടുള്ളത് അയക്കുമ്പം നിങ്ങളുടെ റിക്രൂട്ടേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ഇൻഡീഡിൽ മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫൈൽസ് അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള CVs റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ HR കാണാൻ പറ്റും. സോ എപ്പോഴും നിങ്ങളുടെ പ്രൊഫൈൽ JD ആയിട്ട് മാച്ചിങ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.